ഹലോ ഗൈസ്, കാർത്തിക്കാണ് ഗൈസ്. ഇന്ന് എൻ്റെ ഫോണിൽ റീചാർജ് ചെയ്തു. സോ ഇന്നൊരു ദിവസം ഞാൻ എങ്ങനെ കൊണ്ടുപോയി നോക്കാം. ഞാൻ ആദ്യം നേരെ അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് ഒരു ചായയും മോദവും കഴിച്ച് തുടങ്ങി. അവിടെ നേരെ വീട്ടിലൊന്നുമില്ലോട് തുണി ഉണ്ടായിരുന്നു, അതും കഴുകിയിട്ട് പിന്നെ തൂത്ത് ഞാനല്ല, അമ്മാമ്മ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൻ്റെ റൂം മൊത്തം മോശമായി കിടക്കണം. അങ്ങനെ അത് ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സാധനം എൻ്റെ കൈ കിട്ടിയത്. എനിക്ക് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ എന്താ കിട്ടിയ ഗിഫ്റ്റാണ്. എൻ്റെ ചങ്ക് രഞ്ജിത്തിൻ്റെയാണ്. ഇതിനേക്കാൾ പഴക്കമുണ്ട് ഞാനും അവനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്. അങ്ങനെ മോശമായി കിടന്ന റൂം ഞാൻ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് രുക്കുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് രുക്കു പരീക്ഷ പോകൂലേ. നേരെ അമ്പലത്തിൽ ചോറ് കഴിക്കാൻ പോയി. നീണ്ട 1 മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ നല്ല സാമ്പാറും അവയിലേക്ക് വെച്ച് ചോറ് കഴിച്ചിറങ്ങി. അതിനുശേഷം കുറച്ചേരം TV കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അമ്മാമ്മ സീരിയൽ ഇട്ടേക്കുന്നു. അങ്ങനെ എൻ്റെ ഫോണിലിരുന്ന് വാരിസ് കണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നു. മുന്നേ 10-20 തൊട്ടെങ്കിലും ഈ സിനിമ ഞാൻ കണ്ടു കാണും. അതും കണ്ട് ഉറങ്ങിപ്പോയി. എണീച്ചപ്പോൾ അമ്മ അതാ ജോലിക്ക് പോയിട്ട് വന്ന് അടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് നാളെ കൊഞ്ചറോള പൊങ്കാലായോണ്ട് വീടിൻ്റെ ഫ്രണ്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച് ഇറങ്ങിയാണ് കഴിച്ചു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നാളെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അങ്ങനെ വൃത്തിയായിക്കൊണ്ട് നിന്നപ്പോൾ അമ്മ ചായ ഇട്ടുകൊണ്ട് വന്നു. എന്താ ജോലി തളർന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ചായയും കൊണ്ടുവന്നു. താങ്ക് യു. പിന്നെ രുക്കുവിൻ്റെ പാലിട്ടിങ്ങനെ ചോക്കോസും പിടിച്ചു വെച്ച് ടേസ്റ്റ് നോക്കി. പക്ഷെ ചെറുതായിട്ടൊന്ന് പൊള്ളി, ചൂടുണ്ടായിരുന്നു. അങ്ങനെ സന്ധ്യയായപ്പോൾ അമ്മാമ്മയെ ചുമ്മാ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കറങ്ങാൻ പോകും ഉത്സവപ്പറമ്പിൽ. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഡാൻസ് കണ്ടു വന്നപ്പോൾ രുക്കുവിനും അമ്മയ്ക്കും കോളിഫ്ലവറും മേടിച്ച് എനിക്ക് മസാലപ്പൂരിയും വാങ്ങിച്ചു. അങ്ങനെ അതും കഴിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എന്താ വിളക്ക് കേട്ടുമായിരുന്നു. അതും കണ്ട് നേരെ വീട്ടിലെത്തി ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ച്. ഒരു ദിവസം ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.